നിങ്ങൾ സാമ്പത്തികമായി പാവപ്പെട്ട കുടുംബത്തിൽ നിന്ന് കഷ്ടപ്പെട്ട് പഠിച്ച് ഇന്ത്യയിലെ ഒരു വലിയ നഗരത്തിൽ ഒരു സാധാരണ IT ജോലി ചെയ്യുന്ന ആളാണെന്ന് കരുതുക. നിങ്ങൾക്കൊരു കാമുകിയുമുണ്ട്. കാമുകിയാവട്ടെ വായിൽ സ്വർണ്ണക്കരണ്ടിയുമായി ജനിച്ച ആളും. നിങ്ങൾ രണ്ടുപേരും ഒരു ദിവസം ബൈക്കിൽ പോകുമ്പോൾ കാറില്ലാത്തതിന്റെ ദേഷ്യം കാമുകി പറഞ്ഞ് അപമാനിച്ചാൽ എന്താണ് തോന്നുക? സ്വാഭാവികമായി ചിന്തിച്ചാൽ ഏതൊരാൾക്കും ദേഷ്യവും അമർഷവും സങ്കടവും ഒക്കെ തോന്നും. അതുതന്നെയാണ് അന്ന് പുനീത് ഗുപ്ത എന്ന ചെറുപ്പക്കാരനും തോന്നിയത്. പക്ഷെ അന്ന് അയാൾ ഒരു തീരുമാനമെടുത്തു. എങ്ങനെയെങ്കിലും ജീവിതത്തിൽ വിജയിക്കണം, വലിയ പണക്കാരനാകണം. ഈ ഒരു വാശിയിൽ നിന്നാണ് ഇന്ന് ഒരു വർഷം 1200 കോടി രൂപ വരുമാനമുള്ള ആസ്ട്രോടോക്ക് എന്ന കമ്പനി ജനിക്കുന്നത്. നമ്മളിന്ന് എല്ലാ ദിവസവും ഒരിക്കലെങ്കിലും മുൻനിര സിനിമാ താരങ്ങൾ പരസ്യം ചെയ്ത് കാണുന്ന ആസ്ട്രോടോക്ക് എങ്ങനെയാണ് ഇത്ര വലിയ വിജയം കൈവരിച്ചത്? ജ്യോതിഷം എന്ന ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിറ്റുപോകുന്ന ഒരു കച്ചവടത്തിനെ ആപ്പിനുള്ളിലാക്കിയ പുനീതിന്റെയും ടീമിന്റെയും യഥാർത്ഥ USP എന്തായിരുന്നു? ആസ്ട്രോടോക്ക് ശരിക്കും എന്തിനെയാണ് ചൂഷണം ചെയ്യുന്നത്? ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. വിശ്വാസവും പ്രതീക്ഷയും ഇന്ത്യയിൽ ഏറ്റവും നന്നായി വിൽക്കാമെന്ന് നമ്മുടെ നാട് പണ്ടേ തെളിയിച്ചതാണ്. ഒരു കണക്കിന് പല മതങ്ങളും ഇത് തന്നെയാണ് ചെയ്യുന്നത്. ഇവിടെ പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിൽ എന്ന് പറയുന്ന പോലെയാണ് ആസ്ട്രോടോക്കും. ആദ്യത്തെ ചാറ്റ് ഫ്രീ ആണെന്ന് പറഞ്ഞ് ആളുകളെ ആപ്പിലേക്ക് എത്തിക്കുക. എന്നിട്ട് എല്ലാ മനുഷ്യർക്കും പൊതുവായി ചേരുന്ന ചില കാര്യങ്ങൾ പറയുക. മിക്കവാറും ഇതെല്ലാം പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാകും. അങ്ങനെ വരുന്നവരിൽ പലരും അതിനെ വിശ്വസിക്കും. ഇതാണ് ആസ്ട്രോടോക്ക് പിന്തുടരുന്ന രീതി. ഇവിടെ മനഃശാസ്ത്രത്തിലെ വലിയ പ്രശസ്തമായ ഒരു തിയറിയാണ് ആസ്ട്രോടോക്ക് ഉപയോഗിക്കുന്നത്. ഇതിനെ ബാർണം എഫക്ട് എന്നാണ് പറയുന്നത്. ഈ തിയറി പ്രകാരം എല്ലാവർക്കും ബാധകമായ വളരെ പൊതുവായ വിവരണങ്ങൾ വ്യക്തിപരമായി തനിക്കായി മാത്രമാണ് പറഞ്ഞതെന്ന് ആളുകൾ വിശ്വസിക്കുന്ന പ്രവണതയുണ്ട്. 1948 മനഃശാസ്ത്രജ്ഞനായ ബെർട്രാം ഫോറർ ഒരു പരീക്ഷണം നടത്തി. കുറച്ച് വിദ്യാർത്ഥികൾക്ക് അവരുടെ പേഴ്സണാലിറ്റിയുടെ വിശകലനമാണ് എന്ന് പറഞ്ഞ് കുറച്ച് വിവരണങ്ങൾ നൽകി. പിന്നീട് അതിനെ അവരുടെ ജീവിതവുമായി എത്ര കണക്ഷൻ ഉണ്ട് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തി 0 മുതൽ 5 വരെ മാർക്ക് നൽകാൻ പറഞ്ഞപ്പോൾ ആവറേജ് സ്കോർ കിട്ടിയത് 5ൽ 4.2 ആയിരുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ എല്ലാവർക്കും കിട്ടിയത് ഒരേ വിവരണമായിരുന്നു. ആസ്ട്രോടോക്ക് പോലുള്ള ആസ്ട്രോളജി ആപ്പുകളിലും ഹൊറോസ്കോപ്പ് കണ്ടന്റിലും പലപ്പോഴും വേഗായ കാര്യങ്ങളാണ് പറയുന്നത്. ഇതിനോടൊപ്പം തന്നെ മനുഷ്യരിലെ കൺഫർമേഷൻ ബയാസും ഈ ആപ്പുകൾ മുതലെടുക്കുന്നുണ്ട് എന്നതാണ് സത്യം. അതായത് ആളുകൾ തങ്ങൾ വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ മാത്രം ഓർക്കുകയും തെറ്റിപ്പോയ പ്രവചനങ്ങൾ എപ്പോഴും മറക്കുകയും ചെയ്യുന്ന രീതിയാണ് കൺഫർമേഷൻ ബയാസ്. ഉദാഹരണത്തിന് ഒരു ആസ്ട്രോളജർ 10 കാര്യങ്ങൾ പറഞ്ഞാൽ അതിൽ 2 എണ്ണം ശരിയായാൽ ആ 2 എണ്ണം മാത്രമാണ് ആളുകൾ എപ്പോഴും ഓർക്കുക. ബാക്കി 8 തെറ്റുകൾ അവഗണിക്കപ്പെടും. കോൾ റീഡിംഗ് ടെക്നിക്കും ഈ ആസ്ട്രോടോക്ക് ഉപയോഗപ്പെടുത്തുന്ന മറ്റൊരു രീതിയാണ്. ഒരാളുടെ സംസാര രീതി, പ്രായം, തൊഴിൽ, സോഷ്യൽ മീഡിയ വിവരങ്ങൾ, പ്രതികരണങ്ങൾ എന്നിവ നിരീക്ഷിച്ച് പൊതുവായ നിഗമനങ്ങൾ പറയുന്ന രീതിയാണ് കോൾ റീഡിംഗ്. ഉദാഹരണത്തിന് നിങ്ങളുടെ കുടുംബത്തിൽ ഒരാളുമായി അടുത്തിടെ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്, ജോലി സംബന്ധമായ സമ്മർദ്ദം നിങ്ങൾ അനുഭവിക്കുന്നുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇന്നത്തെ കാലത്ത് വലിയൊരു വിഭാഗം ആളുകൾക്കും ശരിയായിരിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ്. മറ്റൊന്ന്, അടുത്ത മാസം നിങ്ങൾക്കൊരു നല്ല അവസരം വരും എന്ന് കേട്ടാൽ ആ വ്യക്തി കൂടുതൽ ആത്മവിശ്വാസത്തോടെ പുതിയ അവസരങ്ങൾ അന്വേഷിക്കാൻ തുടങ്ങും. അവസാനം എന്തെങ്കിലും നല്ലത് സംഭവിച്ചാൽ അത് ജ്യോതിഷം കൊണ്ടാണെന്നും കരുതും. യഥാർത്ഥത്തിൽ ആ പ്രവചനം ആ വ്യക്തിയുടെ പെരുമാറ്റത്തെ സ്വാധീനിച്ചതാകാനുള്ള സ്വാഭാവിക കാരണവും ഇതിന് പിന്നിലുണ്ട്. ഇതിനൊപ്പം തന്നെ ആസ്ട്രോടോക്ക് പെയ്ഡായി കല്ലുകളും അനുബന്ധ സാധനങ്ങളും വിൽക്കുന്ന സ്റ്റോർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിന് പിന്നിൽ ഒരു ശാസ്ത്രമുണ്ട്, ശനിദോഷമുണ്ട്, വിവാഹത്തിന് തടസ്സമുണ്ട്, ഇത് മാറ്റാൻ പ്രത്യേക പൂജ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ആളുകളുടെ കയ്യിൽ നിന്ന് പണം വാങ്ങി കൂടുതൽ കൺസൾട്ടേഷൻ, ജെം സ്റ്റോൺസ്, പൂജകൾ എന്നിവ വിൽക്കും. ഇത് സത്യത്തിൽ പ്രശ്നം മാറാൻ പെയ്ഡ് സൊല്യൂഷൻ വേണമെന്ന മാർക്കറ്റിംഗ് മോഡലിനോട് സാമ്യമുള്ളതാണ്. ആസ്ട്രോടോക്ക് ഒരു സ്കാം ആണോ എന്ന് ചോദിച്ചാൽ സത്യത്തിൽ അതിൽ നിയമപരവും ധാർമ്മികവുമായ വശങ്ങളുണ്ട്. എല്ലാ ആസ്ട്രോളജേഴ്സും ആളുകളെ വഞ്ചിക്കണം എന്ന് കരുതിയാണ് ആ തൊഴിൽ ചെയ്യുന്നത് എന്ന് പൊതുവായി ഒരിക്കലും പറയാൻ കഴിയില്ല. പലരും ആത്മാർത്ഥമായി വിശ്വസിച്ചുകൊണ്ടായിരിക്കും അത് ചെയ്യുന്നത്. എന്നാലും എന്തുകൊണ്ട് ഇതുപോലുള്ള ആപ്പുകൾ കോടികൾ വരുമാനമുണ്ടാക്കുന്നു? ഭയം സൃഷ്ടിച്ച് ശാസ്ത്രീയ തെളിവുകളില്ലാത്ത അവകാശവാദങ്ങൾ ഉന്നയിച്ച് നിരന്തരം പണം ഈടാക്കി ആളുകളെ ആശ്രിതരാക്കുന്ന രീതികളാണ് ഇവയെല്ലാം പിന്തുടരുന്നത്. അതിനെ ചൂഷണപരമായ തട്ടിപ്പിന് സമാനമായ ബിസിനസ് മോഡൽ എന്നതിന് വിമർശിക്കേണ്ടി വരും. ശാസ്ത്രീയമായി നോക്കുമ്പോൾ ജനന സമയത്ത് നക്ഷത്രങ്ങളുടെയും ഗ്രഹങ്ങളുടെയും സ്ഥാനം ഒരാളുടെ വ്യക്തിത്വത്തെയോ ഭാവിയെയോ നിർണ്ണയിക്കുന്നു എന്ന് തെളിയിക്കുന്ന യാതൊരു ശാസ്ത്രീയ തെളിവുമില്ല. നിരവധി പഠനങ്ങൾ ജ്യോതിഷ പ്രവചനങ്ങൾ യാദൃശികയുടെ അപ്പുറത്ത് കൃത്യത കാണിക്കുന്നില്ലെന്ന് തെളിയിച്ചിട്ടുള്ളതുമാണ്. ചുരുക്കി പറഞ്ഞാൽ ആസ്ട്രോടോക്ക് പോലുള്ള ആപ്പുകൾ നക്ഷത്രങ്ങളെക്കാൾ കൂടുതൽ പഠിച്ചിരിക്കുന്നത് മനുഷ്യ മനഃശാസ്ത്രമാണ്. മനുഷ്യർ പൊതുവായി എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് പഠിച്ചാൽ അതിലേക്ക് വിശ്വാസത്തിന്റെയും ജ്യോതിഷത്തിന്റെയും കുറച്ച് കപടത ചേർത്ത് വിറ്റാൽ 1200 അല്ല 1,00,000 കോടി വരെ ചിലപ്പോൾ ഇന്ത്യയിൽ നിന്ന് ഇവരെ പോലുള്ളവർ ഇനിയും കൊയ്യും. അപ്പൊ എന്താണ് ആസ്ട്രോടോക്ക് എന്ന ആപ്പിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം? കമന്റ് ബോക്സിൽ എഴുതുമല്ലോ. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.